ഹായ് മനു. മനുവിൻ്റെ സ്കൂളിൽ ഇഷ്ടമാണോ? മനുവിൻ്റെ സ്കൂളിൽ എന്തൊക്കെയാണ് മനുവിന് ഏറ്റവും ഇഷ്ടം? എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടം, പഠിക്കാൻ ഇഷ്ടം, കളർ ചെയ്യാൻ ഇഷ്ടം, പിന്നെ എനിക്ക് കൂട്ടുകാരെ കൊഞ്ചിക്കാൻ ഇഷ്ടമാണ്. നഴ്സറിക്കാരെ കൊഞ്ചിക്കാൻ ഇഷ്ടമാണോ? അങ്ങനെ എല്ലാവരെയും കൊഞ്ചിക്കാൻ ഇഷ്ടം. എൻ്റെ പേര് അഞ്ജലി. ഞാൻ മൻവിതയുടെ അമ്മയാണ്. നമ്മൾ മനുവിനൊരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ അവൾ ഏത് സ്കൂളിൽ ചേർക്കുന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ടൈം കിഡ്സിൻ്റെ കളമശ്ശേരി ബ്രാഞ്ചാണ്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവരുടെ ടൈം കിഡ്സ് മഞ്ഞുമലിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സുന്ദ മാമിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പറയില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ മാമിൻ്റെ ആ ഒരു അപ്രോച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തന്നെ നമ്മൾ അവിടെ ചേർക്കുണ്ടായി. ടിൽ നൗ നമുക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. അത്രയും നന്നായിട്ടാണ് നമ്മൾ സ്കൂളിൽ നമുക്ക് അത്രയും സൂപ്പറായിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ നഴ്സറി കഴിഞ്ഞിട്ടാണെങ്കിലും PP1 അവിടെ ചേർക്കാൻ കാരണം തന്നെ അത്രയും നമുക്ക് ആ ഒരു സ്കൂൾ ഇഷ്ടമായതുകൊണ്ടാണ്. അവിടുത്തെ മറ്റേ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ഫുൾ ആക്ടിവിറ്റീസും അങ്ങനെ ആ ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്കിഷ്ടമാണ്. ഇപ്പോൾ മോൾക്കാണെങ്കിലും യാതൊരു മടിയില്ല സ്കൂളിൽ പോകാനായിട്ട്. അവളെപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. സ്കൂളിൽ പോകാനാണെങ്കിലും എല്ലാത്തിനും അവൾ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സുന്ദ മാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും മാമിൻ്റെ അടുത്ത് ഡയറക്റ്റ് നമുക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും സംസാരിക്കാം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും സപ്പോർട്ട് സ്റ്റാഫ് ആണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഇപ്പോൾ ഒരു കോമ്പറ്റീഷനൊക്കെ പോവുകയാണെങ്കിലും ഇപ്പം ഇവർ മനു നഴ്സറിയിൽ 2 സ്കൂൾ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ ഒരെണ്ണം കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ പോവാൻ പറ്റിയത് തന്നെ സ്കൂളിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പാരൻസ് ഇല്ലെങ്കിൽ തന്നെ ഇവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാവരുമായിട്ടും ഇവരുടെ ടീമുണ്ടല്ലോ, ടീം അത് പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. അവരെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്ത് പിള്ളേരെ എല്ലാവരെയും കൊണ്ടുപോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാനും നമുക്കതിലൊക്കെ വിൻ ചെയ്യാൻ പറ്റിയത് തന്നെ സ്കൂളിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. എല്ലാത്തിലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ മനുവിൻ്റെ ബിഫോർ ആഫ്റ്ററും പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മനു ഒരു ഒറ്റമോളാണ്. അപ്പോൾ മനുവിന് സിബ്ലിങ്സ് ഒന്നും ആരുമില്ല. അപ്പോൾ ഇവൾക്ക് ആദ്യമേ ഷെയറിങ് മെൻറ്റാലിറ്റിക്ക് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ സ്കൂളിൽ ചേർന്നതിന് ശേഷം അവൾക്ക് ഭയങ്കര അതൊക്കെ ശരിക്കും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇവളുടെ ഇപ്പോൾ ടീച്ചർ നമ്മൾ മിസ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയും ഇവൾക്ക് നഴ്സറി പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ കൊഞ്ചിക്കാനും അവരെ കെയർ ചെയ്യാനും ഒരു മെച്യൂരിറ്റിയൊക്കെ നന്നായിട്ട് കൂടി എന്നൊക്കെ മാം പറയാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം ഒരു നഴ്സറി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നഴ്സറിയിലൊക്കെ എനിക്ക് എപ്പോഴൊരു കൺസേൺ ഉണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ അടുത്തൊന്നും വന്നിട്ട് അത് ഷെയർ ചെയ്യില്ലായിരുന്നു. സ്കൂളിൽ ഞാൻ ഇങ്ങനെ എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവള് അങ്ങനെ ഒന്നും പറയില്ല. അപ്പോൾ എനിക്ക് ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ സുന്ദ മാമിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ഇവള് അങ്ങനെ ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മാം കുറച്ചും കൂടി ഇവളെ അടുത്തിരുത്തി ഓരോ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടായി സംഭവങ്ങൾ അമ്മയടുത്ത് ഇതൊക്കെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ശരിക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം PP1 ആയപ്പോൾ ഞാൻ ചോദിക്കാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് വന്ന് പറയും, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറയാനായിട്ട് എനിക്ക് ഒരു സംഭവം റീസെൻ്റ്ലി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മോളും കൂടെ കളിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കട്ടിൽമ വെറുതെ ഇങ്ങനെ വീണ് കിടക്കണ പോലെ ഞാൻ അങ്ങനെ ആക്ട് ചെയ്തു. അപ്പോൾ ഇവള് വേഗം അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വേഗം ഞാൻ അങ്ങനെ തന്നെ ആക്ട് ചെയ്ത് കിടന്നു. ഇവള് വേഗം കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ മുഖത്ത് കുടഞ്ഞു. അപ്പോഴേക്കും നമ്മളതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പം ഞാൻ ഹസ്ബൻഡ് ഇത് അവിടെ ഇവിടുന്ന് പഠിച്ചു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു.
അപ്പോൾ നമുക്കതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ഒരു വീഡിയോ, മിസ് ഇട്ട വീഡിയോ, സ്റ്റാറ്റസായിട്ടോ ഫേസ്ബുക്കിൽ എന്തോ ഇട്ട വീഡിയോ കണ്ടപ്പോഴാണ് ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു വീഡിയോ, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വൈദ്യു ഇതുപോലെ കിടന്നിട്ട് ഇവള് വന്നിട്ട് വെള്ളം കുടയണ ഒരു വീഡിയോ നമ്മൾ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലാവും, അപ്പം ആക്ടിവിറ്റി നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ റിയൽ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ അതുവഴി പഠിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു നല്ല കാര്യങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ മൊത്തത്തിലിപ്പം നമ്മൾ ഇപ്പം തന്നെ ഞങ്ങളുടെ ഒരു 2ാമത്തെ വർഷമാണ്. അപ്പോഴേക്കും സ്കൂളിലുള്ള ടീച്ചേഴ്സാണെങ്കിലും എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഇയർ ആനുവൽ ഡേ ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുക്കാറുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഡേ, കഴിഞ്ഞ കൊല്ലത്തെ ഗ്രാൻഡ് പാരൻസ് ഡേ ഒക്കെ അവരെയും കൂടി ഉൾപ്പെടുത്തിയൊക്കെ നടത്തിയതൊക്കെ നല്ലതായിരുന്നു. അല്ല, മൊത്തത്തിൽ എന്താ പറയുക, നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. തുടർന്നും ഇതുപോലെ അടിപൊളിയായിട്ട് ടൈം കിഡ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.